എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗും പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച്, അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. കൂട്ടുകാർ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ, ഇന്ത്യയുടെ ജനസംഖ്യ കൂടി, ചൈനയെ മറികടന്നു എന്നൊക്കെ? അതെ, 2023 ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. നമ്മുടെ ജനസംഖ്യ ഏകദേശം 142.86 കോടിയാണ്. അപ്പോൾ ജനസംഖ്യ കൂടുന്നത് നല്ലതാണോ അതോ പ്രശ്നമാണോ? ഒരുപാട് ജനങ്ങളുണ്ടെങ്കിൽ രാജ്യത്തിന് ഒരുപാട് തൊഴിൽ ശക്തി ഉണ്ടാകുമല്ലേ? എന്നാൽ ജനസംഖ്യ കൂടുമ്പോൾ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി, പാർപ്പിടമില്ലായ്മ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ്? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായി ഒന്ന് പഠിച്ചാലോ? ആദ്യം തന്നെ, എന്താണ് ജനസംഖ്യ, പോപ്പുലേഷൻ? ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആകെ എണ്ണത്തെയാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. ഈ ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. അതിന്റെ പേരാണ് ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന വാക്ക് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്ന് വന്നതാണ്. ഡിമോസ് എന്നാൽ ജനങ്ങൾ, ഗ്രാഫൈൻ എന്നാൽ വിവരിക്കുക. അപ്പോൾ ജനങ്ങളെക്കുറിച്ചുള്ള വിവരണം. എന്തൊക്കെയായിരിക്കും ഡെമോഗ്രഫിയിൽ പഠിക്കുന്നത്? ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം അതായത് മൈഗ്രേഷൻ, ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി, പ്രായഘടന അതായത് ഏജ് സ്ട്രക്ചർ, സ്ത്രീ-പുരുഷ അനുപാതം സെക്സ് റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ വരും. എന്തിനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്? കാരണം ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ ഈ ജനസംഖ്യാ കണക്കുകൾക്ക് വലിയ പങ്കുണ്ട്. രാജ്യത്തിനു വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വികസനം ഉറപ്പാക്കാനും ഈ വിവരങ്ങൾ ആവശ്യമാണ്. ഡെമോഗ്രഫിയെ 2ആയി തിരിക്കാം: ഫോർമൽ ഡെമോഗ്രഫിയും സോഷ്യൽ ഡെമോഗ്രഫിയും. ജനസംഖ്യയുടെ എണ്ണം, ഘടന തുടങ്ങിയ കാര്യങ്ങൾ അളക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഫോർമൽ ഡെമോഗ്രഫി. എന്നാൽ ഈ ജനസംഖ്യാ മാറ്റങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും പഠിക്കുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനാണ് സെൻസസ് ഉള്ളത്. ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ ഔദ്യോഗികമായി ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സാധാരണയായി ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്നത്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ്. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011-ലാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചയുടെ ചരിത്രം ഒന്ന് നോക്കിയാലോ? ഒരു ഗ്രാഫ് കാണിച്ചു തരാം. 1901 ഇന്ത്യയിലെ ജനസംഖ്യ വെറും 238 ദശലക്ഷം, അതായത് 23.8 കോടിയായിരുന്നു. 1911 അത് 25.2 കോടിയായി. എന്നാൽ 1921 എത്തിയപ്പോൾ ജനസംഖ്യ കുറയുകയാണ് ചെയ്തത്. 25.1 കോടിയായി. എന്തുകൊണ്ടായിരിക്കും അത്? അക്കാലത്തുണ്ടായ ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും കാരണം മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. 1921 ശേഷം ഇന്ത്യയുടെ ജനസംഖ്യ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് 1921 എന്ന വർഷം ജനസംഖ്യാപരമായ മഹാവിഭജന വർഷം എന്നറിയപ്പെടുന്നു. 1951 ജനസംഖ്യ 36.1 കോടിയായി. പിന്നീടങ്ങോട്ട് ഒരു ജനസംഖ്യ വിസ്ഫോടനം തന്നെയായിരുന്നു. 1981 63.3 കോടി, 2001 102.8 കോടി, 2011 121 കോടി. ഈ ഭയങ്കരമായ വർധനവിന് കാരണമെന്താണ്? ജനനനിരക്ക് ഉയർന്നതും മരണനിരക്ക് കുറഞ്ഞതുമാണ് കാരണം. എന്താണ് ഈ ജനനനിരക്കും മരണനിരക്കും? ഒരു വർഷം 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്ന കണക്കാണ് ജനനനിരക്ക്. അതുപോലെ തന്നെ ഒരു വർഷം 1000 പേരിൽ എത്ര പേർ മരിക്കുന്നു എന്ന കണക്കാണ് മരണനിരക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്
ജനസംഖ്യാ വളർച്ചാ നിരക്ക് നിർണ്ണയിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി ഉണ്ടായി. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ, രോഗപ്രതിരോധ കുത്തിവെപ്പുകൾ, ക്ഷാമനിയന്ത്രണം എന്നിവയെല്ലാം മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു. എന്നാൽ ജനനനിരക്ക് അത്ര വേഗത്തിൽ കുറഞ്ഞില്ല. ദാരിദ്ര്യം, നിരക്ഷരത, ശൈശവ വിവാഹം, സാമൂഹികമായ പിന്നോക്കാവസ്ഥ എന്നിവയെല്ലാം ഉയർന്ന ജനനനിരക്കിന് കാരണമായി. ഈ അവസ്ഥയാണ് ജനസംഖ്യാ വിസ്ഫോടനത്തിലേക്ക് നയിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാന വാക്കാണ് കുടിയേറ്റം, മൈഗ്രേഷൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആസാം പണിക്കാർ എന്ന കവിത കേട്ടിട്ടുണ്ടോ? ജനിച്ച നാടുവിട്ട് അകലെ ആസാമിൽ പണിക്കു പോകുന്ന പരിശകൾ നമ്മൾ. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കേരളത്തിൽ നിന്ന് ജോലി തേടി ആസാമിലേക്ക് പോയ ആളുകളെക്കുറിച്ചാണ്. ഇന്ന് സ്ഥിതി മാറി, അല്ലേ? ഇന്ന് ആസാമിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കുടിയേറ്റം? ആളുകൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റമെന്ന് പറയുന്നത്. എന്തിനാണ് ആളുകൾ കുടിയേറുന്നത്? മെച്ചപ്പെട്ട തൊഴിൽ, ഉയർന്ന വരുമാനം, വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എന്നിവയൊക്കെ കാരണങ്ങളാണ്. കുടിയേറ്റത്തെ രണ്ടായി തിരിക്കാം: ആഭ്യന്തര കുടിയേറ്റം, അന്താരാഷ്ട്ര കുടിയേറ്റം. ഒരു രാജ്യത്തിനകത്ത് തന്നെയുള്ള കുടിയേറ്റമാണ് ആഭ്യന്തര കുടിയേറ്റം. ഉദാഹരണത്തിന്, ബീഹാറിൽ നിന്നൊരാൾ കേരളത്തിലേക്ക് വരുന്നത്. എന്നാൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള കുടിയേറ്റമാണ് അന്താരാഷ്ട്ര കുടിയേറ്റം. ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിലേക്കോ യൂറോപ്പിലേക്കോ പോകുന്നത് ഇതിനുദാഹരണമാണ്. മലയാളികളുടെ കുടിയേറ്റത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷ് കോളനികളിൽ അടിമപ്പണി ചെയ്യാൻ നിർബന്ധിതരായതു മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇപ്പോൾ കാനഡ, UK, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മലയാളികൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സൂചകം നോക്കാം: ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്താണ് ജനസാന്ദ്രത? ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ശരാശരി എത്ര പേർ താമസിക്കുന്നു എന്ന കണക്കാണിത്. ഇന്ത്യയിൽ എല്ലായിടത്തും ജനസാന്ദ്രത ഒരുപോലെയല്ല. 2011 സെൻസസ് പ്രകാരം ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കുറവ്. എന്തുകൊണ്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ ജനസാന്ദ്രത കൂടുന്നതും കുറയുന്നതും? അവിടത്തെ കാലാവസ്ഥ, ഭൂപ്രകൃതി, ജലലഭ്യത, മണ്ണിന്റെ തരം, തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കും. ജനസാന്ദ്രത കൂടുമ്പോൾ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകാം. തുറന്ന സ്ഥലങ്ങളുടെ കുറവ്, മലിനീകരണം, ജലക്ഷാമം, തിരക്ക് എന്നിവയെല്ലാം അതിൽപ്പെടുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീ-പുരുഷ അനുപാതം അഥവാ സെക്സ് റേഷ്യോ. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കാണിത്. ഇതൊരു രാജ്യത്തിന്റെ സാമൂഹികാവസ്ഥ മനസ്സിലാക്കാനുള്ള നല്ലൊരു അളവുകോലാണ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീ-പുരുഷ അനുപാതം 940 ആണ്. അതായത് 1000 പുരുഷന്മാർക്ക് 940 സ്ത്രീകൾ. നമ്മുടെ കേരളത്തിലോ? കേരളത്തിൽ 1084 ആണ്. അതായത് സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലുള്ള ഇന്ത്യയിലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്നാൽ ഇന്ത്യയിലെ മൊത്തം കണക്ക് അത്ര നല്ലതല്ല. സ്ത്രീകളുടെ എണ്ണം കുറയുന്നത് പല സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കണക്കാണ് ശിശുലിംഗാനുപാതം അഥവാ ചൈൽഡ് സെക്സ് റേഷ്യോ. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളിൽ 1000 ആൺകുട്ടികൾക്ക് എത്ര പെൺകുട്ടികളുണ്ട് എന്നതാണിത്. 2011 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇത് 914 ആണ്. ഇത് വളരെ കുറവാണ്. പെൺകുഞ്ഞുങ്ങളോടുള്ള വിവേചനം, പെൺഭ്രൂണ ഹത്യ തുടങ്ങിയവയാണ് ഇതിന് പ്രധാന കാരണം. ഇത് വളരെ ഗൗരവമുള്ളൊരു സാമൂഹിക പ്രശ്നമാണ്. അടുത്തത് ആയുർദൈർഘ്യമാണ്. ഒരു വ്യക്തി ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കുമെന്നതിന്റെ ഒരു കണക്കാണിത്. ഒരു രാജ്യത്തെ ആരോഗ്യ പരിപാലനത്തിന്റെ നിലവാരം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. 2022 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ പുരുഷന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം 68.4 വയസ്സും സ്ത്രീകളുടേത് 71.1 വയസ്സുമാണ്. കേരളത്തിലോ? പുരുഷന്മാർക്ക് 72.3, സ്ത്രീകൾക്ക് 78.0 ആണ്. കേരളത്തിലെ ഉയർന്ന സാക്ഷരത, മെച്ചപ്പെട്ട പൊതുജന ആരോഗ്യ സംവിധാനം, ശുചിത്വം, ഭക്ഷണ ലഭ്യത എന്നിവയെല്ലാമാണ് ഇതിന് കാരണം. ഇനി നമ്മൾ ജനസംഖ്യയുടെ പ്രായഘടനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജനസംഖ്യയെ സാധാരണയായി 3 പ്രായക്കാരായി തിരിക്കാം: കുട്ടികൾ 0 മുതൽ 14 വയസ്സുവരെ,
യുവാക്കൾ അഥവാ തൊഴിൽ ചെയ്യുന്നവർ 15 മുതൽ 59 വയസ്സുവരെ, വൃദ്ധർ 60 വയസ്സിന് മുകളിൽ. 2011 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 29% കുട്ടികളും 63% യുവാക്കളും 8% വൃദ്ധരുമാണ്. ഇതിന്റെ അർത്ഥം ഇന്ത്യ ഒരു യുവത്വമുള്ള രാജ്യമാണ് എന്നാണ്. ഇവിടെയാണ് ആശ്രിതത്വ അനുപാതം എന്ന ആശയം വരുന്നത്. തൊഴിലെടുക്കുന്ന ജനവിഭാഗം ആശ്രിത വിഭാഗങ്ങളെ എത്രത്തോളം പിന്തുണയ്ക്കേണ്ടി വരുന്നു എന്നതിന്റെ ഒരു സൂചകമാണിത്. ആശ്രിതരുടെ എണ്ണം കൂടുമ്പോൾ തൊഴിലെടുക്കുന്നവരുടെ ഭാരം കൂടും. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ആശ്രിതരെക്കാൾ വളരെ കൂടുതലാണ്. ഈ ഒരു അനുകൂല സാഹചര്യത്തെയാണ് ജനസംഖ്യാപരമായ ലാഭവിഹിതം അഥവാ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ കുതിപ്പേകാൻ ഈ യുവജനങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ യുവജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിലവസരങ്ങളും നൽകിയാൽ മാത്രമേ ഈ ഡിവിഡൻഡ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള സംരംഭങ്ങൾ ഇതിനുദാഹരണമാണ്. ഇന്ത്യയിലെ ഈ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുന്നതിനായി ഗവൺമെന്റ് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കുടുംബാസൂത്രണ പരിപാടി നടപ്പിലാക്കിയ ആദ്യത്തെ വികസ്വര രാജ്യമാണ് ഇന്ത്യ. 1976 ഇന്ത്യയുടെ ആദ്യത്തെ ജനസംഖ്യാ നയം വന്നു. ഇപ്പോൾ നിലവിലുള്ളത് 2000 വന്ന ജനസംഖ്യാ നയമാണ്. 2045 സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും അനുയോജ്യമായ രീതിയിൽ ജനസംഖ്യയെ ക്രമപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ദീർഘകാല ലക്ഷ്യം. അപ്പോൾ കൂട്ടുകാരെ, ജനസംഖ്യയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ മനുഷ്യരാണ്. ഈ മാനവ വിഭവശേഷിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി നേടാൻ കഴിയൂ. അതുകൊണ്ട് ജനസംഖ്യാ വർധനവ്, ലഭ്യമായ വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിവയെല്ലാം കണക്കിലെടുത്ത് ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഭാവി തലമുറയുടെ താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സുസ്ഥിര വികസനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.